എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. നന്മയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പൂത്തിരികൾ വിരിയുന്ന ഈ ഓണവേളയിൽ കുടുംബവിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ഓണവിശേഷങ്ങളും കുറച്ച് കുടുംബവിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ആദ്യമായി നമുക്കൊരു ഓണപ്പാട്ടോടുകൂടി തുടങ്ങിയാലോ? പാട്ട് പാടാൻ അറിയാമല്ലോ, എന്നാ ഞാൻ പാടാം. ഓക്കെ. പൂവേ പൊലി പൂമ്പുലരി പൊൻചിങ്ങ കണിമലരി സുമംഗലി നിന്റെ സൂര്യപതക്കത്തിൻ ചരടിന് പത്തരമാറ്റ്, മംഗല്യ ചരടിന് പത്തരമാറ്റ്. പൂവേ പൊലി പൂമ്പുലരി. താങ്ക് യു. ഒരു പഴയ ഓണപ്പാട്ടാണ്, ആകാശവാണിയിൽ കേട്ട് പഠിച്ചതാണ്. അപ്പോ സാറിന്റെ സ്വദേശം തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോ സാറിന്റെ മനസ്സിൽ ഓടി വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഓർമ്മ തൃശ്ശൂരാണ്. പിന്നെ പുലിക്കളി. പിന്നെ ഓണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ഓണം, നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ ഏറ്റവും സമൃദ്ധം എന്ന് പറയാവുന്ന കാലമല്ല. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ സമൃദ്ധിയുടെ ഓണമല്ല, പക്ഷെ സംതൃപ്തമായിട്ടുള്ള ഓണമായിരുന്നു. സമൃദ്ധി മാത്രമല്ല സംതൃപ്തി വരുന്നത്, നമുക്ക് സന്തോഷമാണല്ലോ. അപ്പം ആ ഓണക്കാലത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകള് നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങള്, വെയിലിന്റെ തിളക്കം, രാത്രിയിലെ ഓണലാവിന്റെ പ്രത്യേകതകള്, പിന്നെ വിരിയുന്ന പൂക്കൾ, ചെറിയ പൂക്കളുടെ ഭംഗിയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ ഭംഗി. അപ്പൊ നമ്മൾ മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പൂക്കളാണ്. പക്ഷെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആണ് ഈ പൂവിന്റെയൊക്കെ സൗന്ദര്യം നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളത്. അപ്പൊ അന്ന് നമ്മൾ ഈ ചെറിയ പൂക്കൾ പറിക്കുക, അതിന്റെ നിറങ്ങള്, പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യം ഇതുണ്ടല്ലോ, നമുക്കിങ്ങനെ പ്രകൃതിയുമായിട്ട് ആ ഓണക്കാലത്ത് നമ്മള് വീട്ടിനകത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പറമ്പിലും തൊടികളിലുമാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ചെടികൾ, ഏതൊക്കെ പൂക്കൾ എവിടേക്ക് ഉണ്ടാവുന്നു നടക്കും. അപ്പൊ നമ്മളെപ്പോഴും പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങി ചേർന്ന് നടന്ന കാലമാണ് ഈ ഓണക്കാലം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നെ അതിന്റെ ഒരുക്കങ്ങളും, അത് രാവിലെ എണീറ്റല്ലേ കൂടുതൽ പൂക്കൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂക്കള് ഈ പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടി രാവിലെ പോകുന്നപ്പോ തലേദിവസം പോയി കണ്ടുവയ്ക്കും. അപ്പൊ അത് ആരോടും പറയാതെ പോയി പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള രസങ്ങള്. അതെ അതെ. ഇപ്പൊ കൂടുതലും കുട്ടികൾ പുറത്തധികം ഇറങ്ങുന്നില്ലല്ലോ, എല്ലാം കമ്പ്യൂട്ടർ. കുട്ടികൾക്ക് ഇങ്ങനെ ഇപ്പോ നമുക്ക് പരിചയമില്ലാത്ത നമുക്ക് നമ്മുടെ വീടിന്റെ ഒരു 1 കിലോമീറ്റർ, ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മുക്കുമൂലിയും നമുക്കറിയാം, എല്ലാ വീടിന്റെ അറിയാം. അപ്പൊ അന്ന് കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനമ്മമാരൊക്കെ അവരെ അതിനുവേണ്ടി ഒക്കെ വിടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കാര്യത്തില് അന്നത്തെക്കാളും സ്വാതന്ത്ര്യം, ഇന്നത്തെക്കാളും സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. സാറിനെ പോലെയുള്ള ആൾക്കാർ പഴയ ഓണവും പുതിയ ഓണവും കാണുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെല്ലാം പഴയ ഓണം തന്നെയാണ് ഇഷ്ടം അല്ലേ? ഓണത്തിന് ഒരുപാട് പുതുമകൾ വന്നുവെങ്കിലും പൂക്കളത്തിന്റെ വ്യാപ്തിയും ഒരു വർണ്ണ വൈവിധ്യമൊക്കെ ഒത്തിരി വർദ്ധിച്ചുവെങ്കിലും മനസ്സിലെ ഇഷ്ടം എന്ന് പറയുന്നത് പഴയ ഓണം തന്നെയാണ് അല്ലേ? അതെ, പഴയ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന് കൃത്രിമത്തില്ലാത്തൊരു ഓണാണ്, മാർക്കറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഓണാണ്. പിന്നെ നമുക്കുള്ളൊരു പ്രത്യേകത, ഓണം സുന്ദരമാകണമെങ്കിലേ ദാരിദ്ര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അറിയുന്നവർക്കാണ് ഓണം ഭയങ്കര രസമാകുന്നത്. അപ്പോ കൊയ്ത്ത് എല്ലാം കഴിഞ്ഞ് അധ്വാനം എല്ലാം കഴിഞ്ഞ് അതിന്റെ വിളവെടുപ്പ് മാത്രമല്ല, അപ്പൊ നമ്മുടെ വീട്ടില്
ഓണക്കാലത്താണ് വീട്ടിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാവുക, സുഭിക്ഷമായിട്ടുണ്ടാവുക. ബാക്കി എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും, നമ്മൾ എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെയാണ്. നമുക്ക് വസ്ത്രം എന്നുള്ളതിന് എണ്ണത്തിലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഓണം വരുമ്പോ ഒരു ഡ്രസ് കിട്ടും, ഓണം വരുമ്പോ നല്ല ഭക്ഷണം കിട്ടും, പായസം വെക്കും. അപ്പൊ ഓണത്തിലേക്ക് പായസം കിട്ടുള്ളൂ, നമുക്കല്ലാണ്ട് എല്ലാ ദിവസവും പായസം വെക്കില്ല. പായസം വെക്കുന്ന ആഗ്രഹിച്ചാലും പിറന്നാളിന് പോലും ചിലപ്പോൾ പായസം വെക്കാൻ വീട്ടിൽ ബുദ്ധിമുട്ടായ നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം എന്താ വെച്ചാല് പാവപ്പെട്ട ആൾക്കാണ് കൂടുതൽ ഓണത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓണത്തിന്റെ സമൃദ്ധിയേക്കാൾ കൂടുതൽ നമുക്ക് സംതൃപ്തിയും സന്തോഷം കിട്ടുന്നത് ഒരു കാലമാണ് ഓണം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓണത്തിന്റെ വിഭവങ്ങളെല്ലാം ഓണക്കാലത്ത് മാത്രം കിട്ടുന്ന വിഭവങ്ങളാവുക. അപ്പൊ അങ്ങനെ പലതുകൊണ്ടും അന്നത്തെ കാലത്ത് ഓണത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയും ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ഉള്ളതാണ് പഴയ കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോ ഓണം എന്ന് പറയുമ്പോ പർച്ചേസ് അല്ലേ, ഓണത്തിന് വാങ്ങാം അല്ലെങ്കിൽ ഓണത്തിന് ചെയ്യാം, ഓണവിപണിയാണ്. അപ്പൊ പൂക്കൾ തന്നെ ഓണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഓണത്തിന് വേണ്ടിയിട്ട് തോവാളയിൽ നിന്നുള്ള പൂക്കൾ ഒടുക്കി വരുന്നു. നമ്മളെല്ലാവരും നാടൻ പൂക്കളെല്ലാരും ആരും എടുക്കാറുകൂടിയില്ല. നാടൻ പൂക്കളില്ല ഇപ്പോ, കുട്ടികളും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പാടങ്ങൾ പോയി, തൊടികൾ പോയി, അപ്പൊ നമുക്ക് അങ്ങനെ സൗകര്യങ്ങളില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പൂക്കൾ തന്നെ ആൾക്കാർ. പക്ഷെ ഒരു കാര്യം സന്തോഷമുണ്ട്, പണ്ടത്തേക്കാൾ കൂടുതൽ ഓണം ഇന്ന് ആളുകൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളിലൂടെ തന്നെ പൂക്കളിടുന്നതിലൊക്കെ പണ്ടത്തേക്കാൾ കൂടുതലാണ്. പക്ഷെ ഈ ഓണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ഒരു പരിപാടിയായിട്ടല്ല പണ്ടുണ്ടായിരുന്നത്. ഓണം ഒരു കൊയ്ത്തുത്സവമാണ്. അല്ല, ഓണത്തിന് സത്യം നമ്മുടെ മലയാളികളുടെ സംസ്കാരമായിട്ടാണ് അതിന് ബന്ധം. കേരളത്തിന്റെ ഒരു ദ്രവീഡിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണത്. പക്ഷെ അതിനെ ഈ മലയാളികളുടെ ഓണത്തിനെ അത് പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ആരാധനയും പിന്നെ ഒരു ചടങ്ങായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുന്ന സമയമാണിപ്പോ. അത് എനിക്ക് വർഗീയവൽക്കരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് വരുമ്പോ എന്റെ വീട്ടില് നക്ഷത്രം ഇടും. അപ്പൊ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയും യേശുവിന്റെ വരവിനെ പറ്റി നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇപ്പോ ഹിന്ദു മതത്തിന്റെ അല്ല ഓണം എന്ന് പറയുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഹിന്ദു മതത്തിന്റെ ആഘോഷമല്ല ഓണം. ഓണം മലയാളികളുടെ ഒരു ആഘോഷമാണ്. അതെല്ലാ വിഭാഗം ആളുകളുടെയും ആഘോഷമാണ്. അപ്പൊ ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ എല്ലാ ആഘോഷങ്ങളെയും മതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് വരുന്നൊരു മാറ്റം നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു മാറ്റമാണ് ഞാനിപ്പോ കാണുന്ന ഒരു ഓണത്തിന് വന്നിരിക്കുന്ന മാറ്റം. മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാലാനുസൃതമായിട്ട് വരുന്ന മാറ്റങ്ങളാണ്. എന്റെ കാലത്തുള്ള ഓണത്തെ പറ്റി ചിലപ്പോൾ അതിന് മുമ്പുള്ള ആളുകൾക്ക് വേറെ രീതിയിൽ സങ്കല്പമായിരിക്കും. അപ്പൊ അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന കാര്യമാണ്. ആ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവുന്ന മാറ്റമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്ന മാറ്റം അതിനേക്കാൾ അപകടം പിടിച്ച ചില മാറ്റങ്ങളെ പറ്റി പറയുന്നത്. നമ്മുടെ എങ്ങനെയാണ് ഓണത്തപ്പനാര, അപ്പൊ അതിനെപ്പറ്റിക്കുള്ള ഒരു നമ്മുടെ കേരളത്തിന്റെ തനതായ സംസ്കാരവുമായി ഉയർന്നു വന്നിട്ടുള്ള ഓണത്തിനെ വേറെ രീതിയിലേക്ക് അതിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ഭയപ്പെടുത്തുന്ന മാറ്റം എന്ന് പറയാൻ കാര്യം. ആശങ്ക തോന്നിക്കുന്ന സംഭവമാണ്. മണ്ണിനെയും പ്രകൃതിയെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു കൃഷിമന്ത്രി നമുക്ക് കിട്ടിയ നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും തുടർന്നുള്ള കാലഘട്ടത്തെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. എവിടെയൊക്കെയാണ് പഠിച്ചത്? ഞാൻ സ്കൂളിൽ പഠിച്ച അന്തിക്കാട് സ്കൂളിലാണ്. അന്തിക്കാട് KGS സ്കൂളിലും അന്തിക്കാട് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തൊട്ടടുത്ത സ്കൂളാണ്. പിന്നെ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയുള്ള കാലത്ത് ഞാൻ പഠിച്ചത് നാട്ടിക ശ്രീനാരായണ കോളേജിലാണ്. പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പിന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തത് തൃശൂർ ശ്രീ കേരളർമ്മ കോളേജിലാണ്. BA ഫിലോസഫിയാണ് ഞാൻ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ LLB തിരുവനന്തപുരത്തിൽ അക്കാഡമിയിൽ LLB ചെയ്തു. അപ്പോ കൃഷിയോടുള്ള താല്പര്യം വീട്ടിൽ എങ്ങനെയായിരുന്നു കാണിച്ചത്? വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? വീട് അങ്ങനെ വലിയ കൃഷി എന്നുള്ള വീടല്ല. പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കോൾപ്പാടുണ്ടായിരുന്നു. ഒരു കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് വിറ്റ് വേറെ ആൾക്കാർ കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രദേശമൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോ നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന ചെറുപ്പത്തില് എന്റെ പാടത്തല്ല ഞാൻ കൃഷി ചെയ്യുന്നത്, വേറെ ആൾക്കാരുടെ പാടത്ത് നമ്മൾ കൃഷി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ഈ വേനൽക്കാലാവുമ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം പിന്നെ കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും അത് പരിപാലിച്ച് പോരുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. പശുവിനെ കറന്ന് പാല് കൊണ്ടുപോയിരുന്നു. പിന്നെ അതിനെ കഴുകാനും പുല്ല് ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ടായിരുന്നു.
അപ്പൊ കൃഷിപ്പണിയൊക്കെ ആ ചെറിയ കാലത്താണ് സത്യം പറഞ്ഞാൽ, എനിക്ക് പ്രീ ഡിഗ്രി കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മള് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പോയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാണ്ട് വന്നു. പിന്നെ പൂർണ്ണസമയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ട് മാറുന്നത് വരെ സജീവമായി കൃഷിയും കൃഷിപ്പണിയും പശുവിനെ നോക്കലും ഒക്കെ നന്നായി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കൃഷിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്റെ നാട് ഈ കോൾപ്പാടങ്ങളുടെ നാടാണ് അന്തിക്കാട് എന്ന് പറഞ്ഞാൽ. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം കോൾനിലങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ കൊയ്ത്തും മെതിയും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കൾച്ചറും ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കൃഷിയോട് ഒരു താല്പര്യമുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ കേരളം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ വിഷം നിറഞ്ഞ പച്ചക്കറികൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതും പിന്നെ ഇവിടുത്തെ കർഷകർ തന്നെ പലരും കണ്ണിച്ചോരയില്ലാതെ വിഷം കീടനാശിനികൾ പ്രയോഗിക്കാറുണ്ട്. അപ്പം നമ്മുടെ കൃഷിമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് സാർ? സാർ ഇപ്പൊ ചാർജ് എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. താങ്കളുടെ മനസ്സിൽ നമ്മുടെ കേരളത്തിലെ ഈ കൃഷിയെക്കുറിച്ച്, പച്ചക്കറി എസ്പെഷ്യലി പച്ചക്കറി കൃഷിയെക്കുറിച്ച് താങ്കൾ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു സംഗതി എന്താണ്? എന്റെ മനസ്സിലെ കൃഷിയെ പറ്റിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇപ്പോൾ നിലവിലുള്ള കാർഷിക വകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചില രീതികളോടല്ല എന്റെ രീതി അതല്ല. ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടൊരു വഴി കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒന്ന്, ഇപ്പൊ നമ്മുടെ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും പിന്നെ കീടനാശിനി പ്രയോഗം, രാസവള പ്രയോഗമാണ് അവരുടെ റെമഡി. ഞാൻ പറയുന്നതല്ല പറയുന്നത്. നേരെ മറിച്ച് ജൈവ കൃഷിയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരണമെന്നാണ്. അതിന് ഔപചാരികമായി തന്നെ ഔദ്യോഗികമായി തന്നെ അതൊരു നയമായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് ഞാൻ നേതൃത്വം കൊടുക്കുന്ന കൃഷി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പൊ വിഷം ഇപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഹരിത വിപ്ലവത്തിന്റെ കാലത്താണ് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായത്. മാർഗം അവിടെ വിഷയമല്ല, ലക്ഷ്യം മാത്രം. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് വന്നപ്പോ ഇവിടുത്തെ മണ്ണിനെ, പ്രകൃതിയെ, വെള്ളത്തെ ഒക്കെ നമ്മൾ മറന്നുകൊണ്ടുള്ള ഒരു കൃഷി ചൂഷണം നടന്നത്. അപ്പൊ അമിതമായ രാസവള പ്രയോഗം നടത്തി, അമിതമായ കീടനാശിനി പ്രയോഗം നടത്തി. പക്ഷെ ഉൽപാദനം വർദ്ധിച്ചു, പക്ഷെ നമ്മുടെ മണ്ണ് മരിച്ചുപോയി, മണ്ണിന്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോയി, വെള്ളം മലിനമാക്കപ്പെട്ടു, പരിസരം പിന്നെ വൃത്തിഹീനമായി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പറ്റാത്ത നിലയിലേക്കായി. അപ്പൊ നമ്മള് ഒരു കരിക്ക് കുടിക്കുമ്പോ നമ്മൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സാധനമാണ് കുടിക്കുന്നത്. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി. നമ്മളൊരു വെള്ളരിക്ക തിന്നുമ്പോ നമ്മൾ വെള്ളരിക്ക എന്ന് പറയുന്ന ഏറ്റവും പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു സാധനമാണ് വെള്ളരിക്ക. പക്ഷെ വെള്ളരിക്ക കഴിക്കുമ്പോൾ നമ്മൾ പേടിക്കണം. അപ്പോ അങ്ങനെയാണ് ഹരിത വിപ്ലവത്തിൽ കൂടെ ഉൽപാദനം വർദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ കൺസെപ്റ്റില് ഉൽപാദനം വർദ്ധിക്കണം. പക്ഷെ ഉൽപാദനം വർദ്ധിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഗുണമേന്മയും ഉറപ്പുണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ വൈവിധ്യം ഉണ്ടാവണം. നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിക്കുന്ന ഒരു കൃഷിരീതി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. മണ്ണിന്റെ ഫെർട്ടിലിറ്റിയും അതിന്റെ സൂക്ഷ്മ ഘടകങ്ങളുടെ എണ്ണവും ഉറപ്പാക്കുന്ന രീതിയിൽ മണ്ണിനെ നമ്മൾ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ആദ്യം. അതിന് പുറമെ നമ്മുടെ കൃഷി രീതിയിൽ മാറ്റം വരുത്തണം. ആധുനിക ടെക്നോളജിയെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. പക്ഷെ അതേ സമയത്ത് തന്നെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ രീതികളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഉൽപാദന വർധനം ഉണ്ടാവും. അപ്പൊ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ കൺസെപ്റ്റ് നെല്ലിന്റെ ഉൽപാദനം മാത്രമല്ല, നെല്ലിനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. ഒരു 200 തരം നെല്ലുണ്ടായിരുന്നു. 2-3 തരം നെല്ല, അല്ലെങ്കിൽ 5 തരം നെല്ല നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പഴയ കാലത്തുള്ള വിശിഷ്ടമായിട്ടുള്ള വിവിധ തരം നെല്ലുകളെ തിരിച്ചു കൊണ്ടുവരണം. പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തക്കാളി, കാബേജ്, ബീറ്റ്റൂട്ട്, ഞാനത് മാത്രമല്ല കാണുന്നത്. ഞാൻ അന്യം നിന്നുപോയ പല ഇലക്കറികള്,
പല വിഭവങ്ങളായിട്ടുള്ള പിന്നെ വഴുതനങ്ങളുടെ ഇനങ്ങള്, പയറുകളുടെ ഇനങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന വിവിധങ്ങളായിട്ടുള്ള ഈ ഇനങ്ങളെല്ലാം തിരിച്ചു വരണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ധാന്യങ്ങൾ, നമ്മളൊക്കെ ധാരാളമായിട്ട് ഉത്പാദിപ്പിച്ചിരുന്ന മുതിര ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല, ചെറുപയർ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു, ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വിവിധ പയറുകൾ, വിവിധ പിന്നെ അതുപോലെ തന്നെ ഈ റാഗി, തീന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ധാന്യങ്ങൾ നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നതാണ്, മില്ലറ്റ്സ്. ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അതിന് ഔപചാരികമായി തന്നെ അതിന് ഒരു പുതിയ ദിശ, പുതിയൊരു ഒരു തീരുമാനം എടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപാദനത്തോടൊപ്പം നമ്മുടെ കാർഷിക മേഖലയിലെ ജൈവ വൈവിധ്യത്തെ കൂടി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രകൃതിദത്തമായിട്ടുള്ള കൃഷിയിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പൊ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പിന്നെ പ്രകൃതിദത്തമായ നിലയിലുള്ള രീതിയിൽ കൃഷി നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെയുള്ള നമ്മുടെ ഇപ്പോ നെല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ പലതരം നെല്ലുകളുണ്ട്. ഇപ്പോ രക്തശാലി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, ചീര, ചിറ്റേനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി തരത്തിലുള്ള നെല്ലുകൾ വിവിധ കരയിൽ നിന്ന് മോഡേൺ നെല്ല്, മോഡേൺ കൊയ്യ എന്ന് പറയുന്നൊരു കരനെല്ലിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ആയുർവേദ ഔഷധ മൂല്യമുള്ള പലതരത്തിലുള്ള നെല്ലുകളുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ നെല്ലുകളൊക്കെ തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് നെല്ലിന്റെ ഗുണങ്ങള്, വിവിധ ഗുണങ്ങളായിട്ടുള്ള നെല്ലുകൾ വരണം. അത് ഉപയോഗിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ, പല മില്ലറ്റ്സ് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് പരിചരണം ഇല്ലെങ്കിൽ വളരുന്ന ചീരകള്, ചെടിവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ ഹൈലി ന്യൂട്രീഷ്യസ് വാല്യുള്ളതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്ത് ആളുണ്ടാക്കിയിരുന്ന കാവത്തിൽ തന്നെ പലതരം കാവത്തുകൾ, പലതരം ചേമ്പുകൾ, പലതരത്തിലുള്ള ചെറുകിഴങ്ങുകൾ, പലതരം മധുരക്കിഴങ്ങുകൾ, ഇങ്ങനെയുള്ള പല കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫുഡിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇതിൽ നിന്നും നമ്മൾ മാറിയത് കൊണ്ടാണ് മലയാളികൾ ഏറ്റവും വലിയ രോഗത്തിൽ മാറിയത്. അപ്പോ നമ്മള് കീടനാശിനി പ്രയോഗത്തെ അകറ്റുന്നതോടൊപ്പം തന്നെ കീടനാശിനി പ്രയോഗവും രാസവള പ്രയോഗവും ഇല്ലാതെ തന്നെ നമ്മുടെ ഭൂമിയിൽ വിളയുന്ന നമ്മുടെ നാടൻ വിത്തുകളെയും തിരിച്ചു കൊണ്ടുവന്നാലേ ശരിയായിട്ടുള്ള ഓർഗാനിക് ഫാമിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ വെറും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന പലതും ഓർഗാനിക് ഫാമിംഗ് അല്ല. ഇപ്പൊ നമ്മുടെ പല ഫാമുകളിൽ കിട്ടുന്ന പിന്നെ ഈ സാധനങ്ങള് അത് പിന്നെ ജനിതക മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ സെമി ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പോളിഹൗസുകളൊക്കെ തന്നെ ഈ മൺസാന്റെ കമ്പനികളൊക്കെ തന്നെ വിത്തിന്റെ പരാഗണം തടയുന്ന രീതിയിലുള്ള, അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ വെള്ളരി ഉണ്ടാവുമ്പോ പുറത്തുണ്ടാകുന്ന വെള്ളയിൽ ആമ്പൂവും പെൺപൂവും ഉണ്ടാവും. ഈ വെള്ളരിക്കകത്ത് പെൺപൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ആൺപൂ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ മാറ്റം വരുന്നത്. അപ്പൊ അത് ആക്ച്വലി അതൊരു ഓർഗാനിക് അല്ല. അത് അപ്പൊ അതേ സമയത്ത് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിത്തിൽ നിന്നുണ്ടാവുന്നത് അതിന്റെ പ്രകൃതിയുക്തമായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പൊ വേപ്പില എന്ന് പറയുമ്പോൾ കാട്ടിലുണ്ടാവുന്ന വേപ്പിലാണ് ഏറ്റവും ടോപ്പ് വേപ്പില എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് വേറെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ജൈവ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളൊരു തമാശകളിയല്ല. അതിന് നമ്മുടെ പ്രകൃതിയുമായിട്ടും നമ്മുടെ ആരോഗ്യമായിട്ടും ഒക്കെ ബന്ധങ്ങളുണ്ട്. ശരിക്കും സാറിനോടൊപ്പം കേരളത്തിലെ ജനത ഒന്നടങ്കം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം കൃഷിയോട് വളരെയധികം താല്പര്യവും ഉള്ളവരാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. ഒരു പച്ചക്കറിയെങ്കിലും വീട്ടിൽ നട്ടു വളർത്തുക എന്നുള്ളൊരു ആ ഒരു ചിന്ത എല്ലാവർക്കും ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുപോലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ കേരളം വിഷരഹിതമായിട്ട് തന്നെ പോകുമെന്നും ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടാകുമെന്നും നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. സാറിന് ആ വിഷയത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. ഇനി നമുക്ക് സാറിന്റെ കുടുംബ വിശേഷങ്ങളിലേക്ക്. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനൊരു കൂട്ടുകുടുംബമാണ്. എന്റെ അച്ഛന് 4 മക്കളാണ്. അപ്പൊ അതില് എന്റെ മൂത്ത ജ്യേഷ്ഠൻ 2 കൊല്ലം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. ചേട്ടന്റെ ഭാര്യയും 2 മക്കളും എന്റെ കൂടെയാണ്. ഞങ്ങള് ഒരുമിച്ച് താമസിക്കുകയാണ്. എന്റെ അനിയന്റെ ഭാര്യയും 2 മക്കളും എന്റെ വീട്ടിലുണ്ട്. ഞാനും എന്റെ ഭാര്യയും എന്റെ മോനും എന്റെ അമ്മയും ഒരു മകനാണ്. ഒരു മകൻ. അപ്പൊ ഇത്ര അംഗങ്ങളാണ് എന്റെ വീട്ടിലുള്ളത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒറ്റ വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിൽ താമസിച്ച് ഞങ്ങള് പിന്നെ ഭാര്യ വക്കീലാണ്. അവള് പിന്നെ കൺസ്യൂമർ കോർട്ടിലെ മെമ്പറായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ആളുകളായതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിപ്പോഴും
അവരെല്ലാം ട്രിവാൻഡ്രത്തേക്ക് വന്നോ അതോ നാട്ടിൽ തന്നെയാണോ? ഇല്ല, അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരില്ല. മോന് പ്രത്യേകിച്ച് അവർ അന്തിക്കാട് സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കുന്നു, മലയാളം മീഡിയം പഠിക്കാണ്. ഏത് ക്ലാസ്സിലായി ഇപ്പൊ? 10ാം ക്ലാസ്സിലാണ്. സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്, മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സർ, ഇപ്പൊ ചാർജ് എടുത്തതിന് ശേഷം പ്രധാനമായിട്ടും ചെയ്ത 1-2 കാര്യങ്ങൾ പറയാമോ? അതില് ഒന്ന്, ഈ കൃഷി വകുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഉള്ളതാണ് കൃഷി വകുപ്പ്. അതിൽ ബേസിക്കലി ഈ സ്ഥാപനങ്ങളൊക്കെ കൃഷിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ കൃഷിക്കാരനൊരു ബന്ധം ഇല്ലാത്ത രീതിയിലേക്ക് മാറിയില്ല. ഞാൻ വന്നിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൃഷിക്കാർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒരു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ നേരത്തെ പ്രമീള എന്നോട് പറഞ്ഞു ഞാൻ ഫിനാൻസിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞു. ഒരു ആത്മാഭിമാന ബോധമുണ്ട്. ഞാനൊരു ഞാൻ എഴുതുന്ന ആളാണ്, ഒരു കോൺഫിഡൻസിലാണല്ലോ എന്നോട് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരു എഞ്ചിനീയർ ആണ് ഞാൻ, ഡോക്ടറാണെന്ന് പറയുമ്പോൾ അവന്റെ ഒരു ആത്മവിശ്വാസം. അതുപോലെ ഞാനൊരു കൃഷിക്കാരനാണ്, ഐ എം എ ഫാർമർ എന്നിങ്ങനെ ആരെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിന്ന് പറയാൻ അവന് അംഗീകാരം കിട്ടുന്ന വിധത്തിലേക്ക് കൃഷി മാറ്റണം. ഇവിടെ ബാഡ്ജ് കുത്തി കിടക്കണം, ഐ ആം ഫാർമർ എന്ന് പറയാൻ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവണം. അപ്പൊ ഞാൻ അതിനൊരു ഐ എം എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാക്കാൻ പോകുന്നുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എന്റെ വീട്ടില്. ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ മണ്ണിലിറങ്ങുന്നവനാണ്, ഞാൻ അന്നം ഉണ്ടാക്കുന്നവനാണ്. ഇതും കൂടെ പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആവുള്ളൂ എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ കൃഷിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി, അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവന് ഗവൺമെന്റ് ഉണ്ട് ഇവിടെ, അവനെ സംരക്ഷിക്കും ഇവിടെ എന്നൊരു കോൺഫിഡൻസ് അവൻ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൃഷിക്കാർ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അപ്പൊ അത് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലായതുകൊണ്ട് മുഴുവൻ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ കെട്ടിക്കിടന്ന പച്ചക്കറികളൊക്കെ ഞങ്ങൾ വാങ്ങിയപ്പോ ഞാൻ ഇവിടെ കൃഷിക്കാർ കയ്യിൽ നിന്ന് പച്ചക്കറി കച്ചവടം നടത്തുന്ന ആൾക്കാരത് വാങ്ങാതെ വില താത്തിയപ്പോ ഞാൻ അവരെ മേടിച്ചുകൊണ്ടിരുന്നപ്പോ അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരോട് പറഞ്ഞത് എല്ലാ അനാഥാലയങ്ങളും കൊടുക്കാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് കൊടുക്കും. കാശ് കൊടുത്ത് മേടിച്ചിട്ട് കൃഷിക്കാർക്ക് കാശ് കൊടുക്കുക, നമ്മൾ ഈ സാധനം മേടിച്ചിട്ട് അനാഥാലയങ്ങൾ, സ്കൂളുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ചില സാധനങ്ങൾ പടവലങ്ങ കൂടുതലുണ്ട്, ഹോർട്ടികോർപ്പിൽ വരുന്ന ആൾക്കാർ മറ്റു സാധനം മേടിക്കുമ്പോൾ ഒരു പടവലങ്ങ ഫ്രീ കൊടുക്കും. അപ്പോ പച്ചക്കറി കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലത് പോകാൻ പാടില്ല, നമ്മൾ വാങ്ങിയിട്ടാണെങ്കിൽ അത്. അപ്പൊ അവനൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു വിത്ത് നടുന്ന നിലം ഒരിക്കലും ഒരു വിത്ത് നടുന്ന തൊട്ട് അതൊരു ഒരു ഫ്രൂട്ടായി അല്ലെങ്കിൽ ഒരു വെജിറ്റബിളായി മാറുന്ന ആ പ്രോസസ് അത്രയും ആകാംക്ഷയോടെ ഉണ്ടാകും. അത് അത്ര ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് ആർക്കും വേണ്ടായിരിക്കുന്നു. അതാണ് കൃഷിക്കാരന്റെ ചെയ്യുന്ന ഏറ്റവും ഒരു വഞ്ചനയാണ്. അത് ഇടനിലക്കാർ ചെയ്യുന്ന തരം അവർക്ക് അറിയില്ല, ഇതിന് ബുദ്ധിമുട്ടൊന്നും അറിയില്ല. ഒരു കൃഷിക്കാരന് ഈ മലയോര പ്രദേശത്തൊക്കെ രാവും പകലും രാത്രി പന്നിയും പിന്നെ ആനയും വരുന്നത് കാത്തിരുന്ന് അച്ഛനും മക്കളെ കൂടി ഒരുമിച്ചിരുന്ന് രാത്രി പാട്ട കൊട്ടി വിളക്ക് കത്തിച്ചൊക്കെ ആളുകൾ ഓടിച്ച് പകൽ നേരം വെയിൽ കൊണ്ടു മഴ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണത്. ഇത് നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്കതിന് വില അറിയില്ല. നമ്മൾ TV വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആരും ബാർഗെയിൻ ചെയ്യില്ല. അങ്ങനെ ഞാനൊരു ഫേസ്ബുക്കിൽ സാധനം കണ്ടിരുന്നു. ഇപ്പൊ ഒരു നല്ല ലിനൻ ഷർട്ട് എടുക്കാൻ പോകുമ്പോ ഒരു മീറ്ററിന് 300 രൂപ 500 രൂപ നമ്മൾ 500 കൊടുത്ത് മേടിക്കും. നിങ്ങൾ വേറെ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ മാത്രം നമുക്ക് ബാർഗെയിനിങ് നടത്തും. അതിനെന്താ വില കുറയ്ക്കാത്ത 25 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ വില, അതാണ് നമ്മുടെ ആൾക്കാരെ ഏറ്റവും വലിയ തരാമോ ചോദിക്കും. അപ്പൊ കൃഷിക്കാരൻ പാവപ്പെട്ടവൻ എന്താ ഇത് പോകും, അപ്പൊ എങ്ങനെയും വിറ്റ് പോകണം എന്നുള്ളതാണ്. അപ്പൊ അവൻ ചൂഷണി എളുപ്പമാണ്, അത് പാടില്ല. അവിടെയാണ് ഗവൺമെന്റ് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിനുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് ഹോർട്ടികോർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ, BHPC എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ ധാരണ കുറവ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭരിക്കാനുള്ള സ്ഥലമാണെന്നുള്ളതാണ്. അതൊന്നല്ല, അവർക്ക് 2ാം സ്ഥാനം ഉള്ളൂ. ഇവിടെ കൃഷിക്കാരനാണ് അവിടെ 1ാം സ്ഥാനം. എനിക്ക് തോന്നുന്നു ഈ പഴയ കൃഷി രീതികൾ സാർ കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പഴയ വളരെ പ്രായമുള്ള കർഷകരുടെയൊക്കെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവരുടെ അറിവുകളൊക്കെ നേടാനും സാർ എന്തെങ്കിലും? അല്ല, അതിന് ഞങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ട്. പഴയകാല വിവരങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങള് നമ്മുടെ കേരളത്തില് ഇപ്പൊ ഈ ഗവൺമെന്റ് മുമ്പ് തന്നെ നമ്മുടെ പുരാതനമായിട്ടുള്ള വൃക്ഷായുർവേദം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ വൃക്ഷായുർവേദത്തിലാണ് ജൈവ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും വിപുലമായിട്ട് പറയുന്നത്. അതടക്കം ഞങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും വിപുലമായ തോതിൽ തന്നെ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണത്തെക്കുറിച്ച് പ്രേക്ഷകരോട്? ഈ ഓണത്തിന് ഞങ്ങള് സമൃദ്ധമായ പച്ചക്കറി
പിന്നെ ഫാം ഫ്രഷ് കേരള വെജിറ്റബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയുണ്ട്. 1350 ഔട്ട്ലെറ്റിൽ കൂടെ അത് കൊടുക്കും ഗവൺമെന്റ്. ഈ വർഷം നെല്ലിന്റെ വർഷമായിട്ട് ആചരിക്കുകയാണ്. ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിലൂടെ നെല്ലിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നെല്ല് നമ്മുടെ അന്നം, എല്ലാവരും കൃഷിക്കാരാവുക, എല്ലാ സ്ഥലവും കൃഷിയിടമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നമ്മുടെ മുദ്രാവാക്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഭാലവൃദ്ധം ജനങ്ങൾ കൃഷിയിലേക്ക് വരണം, കൃഷിയുടെ സംസ്കാരത്തെ മനസ്സിലാക്കണം, കർഷകനെ ബഹുമാനിക്കണം. കർഷകനാണ് നമ്മുടെ അന്നദാതാവ് എന്ന ഒരു ബോധത്തിലേക്ക് നമ്മുടെ ജനതയെ കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. അതിനെല്ലാ ആളുകളുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് ഗുഡ്നസ് ടിവിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് ടിവിയുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ തന്റെ സാന്നിധ്യം ജനങ്ങൾക്കിടയിൽ ഉറപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ കൃഷിമന്ത്രി, അദ്ദേഹം ഒരുപാട് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ പദ്ധതികൾക്കനുസരിച്ചുള്ള വിഷരഹിതമായ പച്ചക്കറികൾ ഉള്ള ഒരു കേരളം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഓണത്തിന് എല്ലാവരും വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ട് ആഘോഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ ഈ നല്ല സന്ദേശം ജനങ്ങൾക്കെല്ലാം വളരെ നന്മയ്ക്ക് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ. പൂവേ പൊലിപ്പൂമ്പുലരി പൊൻചിങ്ങ കണിമലരി സുമംഗലി നിന്റെ സൂര്യപതക്കത്തിൻ ചരടിന് പത്തരമാറ്റ്, മംഗല്യ ചരടിന് പത്തരമാറ്റ്.